ഹലോ, ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ചെറിയ ചെറിയ മഴകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്ന് മഴയും കണ്ട് കോർട്ടിയാടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നമ്മളെ വീഡിയോസ് ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. എന്താ പുറത്ത് നയിക്കാറല്ലേ, ഞാൻ പാല് വണ്ടി താഴെ പോയിട്ടുണ്ട്. അപ്പോൾ പാല് വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. കൊട്ടിയും കുളത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് തുറക്കട്ടെ, ഇല്ലെങ്കിൽ പാല് വണ്ടി നമ്മൾ അതൊരു സൗണ്ട് ഉണ്ടാക്കലും പോകലും തീരും. വേണ്ട, വരുന്നുണ്ട് കേട്ടോ. പാല് വണ്ടിയാണ് വരുന്നത്, ഓട്ടോയിലാണ് പാല്. അങ്ങനെ പാലൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വന്നു. ഇനിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോഴേ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെ നല്ല വെളിച്ചം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ ഇന്നിപ്പോൾ 7:45 7:40. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വീടാണ് അവർ റിസോർട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിരുന്നു. അവരെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു, അതിന് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ കട്ട് ചെയ്ത് കൊടുന്നാട്ടാ ഈ ഭാഗത്തായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് കോളാമ്പിച്ചെടിയൊക്കെ മഞ്ഞയായിട്ടും ഒക്കെ നല്ല കളറുകളുണ്ടായിരുന്നു അവിടെ. ചെറിയ 2 റോസാര നല്ല കളർ റോസാ ചെടിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നതാട്ടോ. കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വന്നു അവിടുന്ന്. നമ്മളിവിടെ അടുത്തൊരു കട ഉണ്ട്. ആ കടയിൽ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ചുടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പുട്ടുപൊടി ഉണ്ട്, തേങ്ങയില്ല. അങ്ങനെ തേങ്ങ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. അതിലിനോട് പറഞ്ഞപ്പം അവൻ എണീക്കാനും മടി, അവൻ്റെ വാപ്പാക്ക് ടൈമുമില്ല. ഞാൻ തന്നെ പോകാമെന്ന് വെച്ചു. മഴയിൽ കണ്ടോ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം നല്ല ഒഴുകിയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ, അതാണ് നമ്മളെ കട, സിദ്ദീഖാക്കാൻ്റെ കട. കാക്ക നമ്മൾ പഴവും തേങ്ങയിട്ടോ വാങ്ങി വീട്ടിലെത്താനായി. കടയിൽ നല്ല നാളിപ്പൂവൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പുട്ടുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. പുട്ട്, പപ്പടം, പഴം, ചായ, കട്ടൻ ചായയാണ് കേട്ടോ. ഇത്രയാണ്. കടല വെള്ളത്തിലിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇന്ന് ഇതാക്കി ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും പോകാനായി ന്യൂസ് കേൾക്കുകയാണ്, അതാണ് ആ സൗണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹക്കീമാക്കയാണ്. ഹക്കീമാക്ക കുടിയിരിക്കലൊന്നും കൂടാത്തത് കൊണ്ട്, അതുകൊണ്ടല്ല കേട്ടോ, എന്ത് വന്നപ്പം ഫുഡ് ഒന്ന് കഴിച്ചിട്ട് പോകാറുള്ളതാണ്. മന്തിയാണ്, ചിക്കൻ മന്തി, മയോണൈസ്, പിന്നെ സോസും, പിന്നെ നമ്മൾ സ്ഥിരം പപ്പടമുണ്ട്. എങ്ങനെ ഉണ്ടാക്കി മാക്ക, ടേസ്റ്റ് ഉണ്ടോ? അപ്പം ആദിലും പിന്നെ തുടങ്ങിയിട്ടില്ല ക്ലാസ്സൊന്നും, അതുകൊണ്ട് ഓനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കിമാക്ക മറ്റന്നാളെ പോവുകയാണല്ലേ? ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടോ, 1 കൊല്ലം കഴിഞ്ഞിട്ടോ, അടുത്ത വർഷം ഇൻഷാ അല്ലാ. അപ്പം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇനി. അപ്പം ഇന്ന് ഇവിടുന്ന് ഫുഡാക്കാമെന്ന് പറഞ്ഞു. നമ്മളവിടുന്ന് പറിച്ചിട്ട് വന്ന മാങ്ങ ഇത് കണ്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതെന്ത് മാങ്ങയെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ മാങ്ങൻ്റെ പേര് അറിയാവുന്നവർ. ഇത് എങ്ങനെയാണ്, പഴുത്താൽ നന്നായിട്ടുണ്ടാകുമോ, മധുരം ഉണ്ടാകുമോ എന്നൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ.
പഴുപ്പിക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അച്ചാറിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. സംഭവം അതാണ്. നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി അവർ കൊണ്ടുപോയി. മാങ്ങ പെട്ടെന്ന് പഴുക്കാൻ എന്താ ചെയ്യാന്നുള്ള, നാച്ചുറലായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള പൊടി കാര്യങ്ങളൊന്നും ഇടാതെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ കലാത്തിയ ചെടികളൊക്കെ കുറച്ച് തിക്കിൽ വന്നു കേട്ടോ വെച്ചതൊക്കെ. ഇതിന് നല്ല സ്റ്റോണുകൾ ഇതിൽ കൊടുക്കണം ഗ്രൗണ്ടിൽ. പുക കൊതുകിന് മരുന്നടിക്കുകയാണ് കേട്ടോ. കൊതുകിന് പുകയിടുകയാണ്. എന്ത് പുകയെന്നറിയില്ല. പഞ്ചായത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ. ഇത് സൗണ്ട് കേട്ടില്ലേ? ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് പോകലാണ് റോഡിനും എല്ലാ ഭാഗത്തും. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ഇതെനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണിയും പാപ്പവും. അവരെ ബ്രദറ് പ്രവീണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കേക്ക് തന്നിരിക്കുന്നത്, ഓർഡർ തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഹാർട്ടും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഹാർട്ടിനകത്ത് തന്നെ ആക്കാം, പേരും വിഷസൊന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.